കോഴിക്കോട് എലത്തൂരിലെ 26-കാരിയുടെ കൊലപാതകത്തിൽ നിർണായകമായ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട യുവതിയെ പ്രതി വൈശാഖനും ഭാര്യയും ചേർന്ന് ആ യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം പത്തനംതിട്ടയിൽ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് വീടിന് തീ കൊളുത്തിയ ഭർത്താവിനെ കുറിച്ച് കേട്ടു. കൊല്ലം കൊട്ടാരക്കരയിൽ മദ്യപ സംഘം പോലീസിന് നേരെ ആക്രമണം നടത്തിയ കേസും. ഈ വാർത്തകളാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം പോകുന്നത് കോഴിക്കോട് എലത്തൂരിലേക്കാണ്. എലത്തൂരിലെ 26-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വൈശാഖനും ഭാര്യയും യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ എത്രത്തോളം ഈ കേസിൽ നിർണായകമാകും? സംഭവത്തിൽ പ്രതി വൈശാഖിന്റെയും കൊല്ലപ്പെട്ട യുവതിയുടെയും സ്ഥാപനത്തിൽ ഫോറൻസിക് സംഘവും പോലീസും പരിശോധന നടത്തി. കൊലപാതകം നടന്ന ഇൻഡസ്ട്രിയൽ സ്ഥാപന മുറിയിൽ നിന്നും വിരലടയാളം ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. യുവതിയെ വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. 16 വയസ്സ് മുതൽ പെൺകുട്ടിയെ വൈശാഖൻ പീഡിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോക്സോ കേസും ചുമത്തി. അതേസമയം പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഏറെ നിർണായകമായിട്ടുള്ളൊരു തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ആ മൃതദേഹം കാറിൽ വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം അനീഷ് നമ്മൾ ന്യൂസ് 8 തന്നെയാണ് പുറത്തുവിട്ടത്. ഈ ദൃശ്യം കേസിൽ എത്രത്തോളം നിർണായകമാണ്? അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ്? ടോം, ഈ കേസുമായി ബന്ധപ്പെട്ട് വൈശാഖന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. അത് ഈ കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് യുവതിയുമൊത്ത് വൈശാഖൻ എത്തുന്ന ആ സമയം മുതലുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇരുവരും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ, മറ്റ് കാര്യങ്ങൾ, അവിടെ നടന്ന സംഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ തെളിവ് പോലീസിന് ലഭിച്ചത് ഈ CCTV ദൃശ്യത്തിൽ നിന്നാണ്. ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന ഒരു പ്രേരണ നൽകിയാണ് യുവതിയെ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം 2 സ്റ്റൂളുകളിലായി ഇവർ രണ്ടുപേരും കഴുത്തിൽ കുരുക്കിട്ട് കയറി നിന്നപ്പോൾ ഈ വൈശാഖൻ അവിടെ നിന്നും താഴെ ഇറങ്ങുകയും യുവതിയുടെ സ്റ്റൂള് തട്ടിമറിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് യുവതി കഴുത്ത് കുരുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് പിന്നീട് വൈശാഖൻ തൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഈ യുവതി ഈ വർക്ക്ഷോപ്പിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്നു. അവർ വരുന്നു. തുടർന്ന് ഈ കാറിൽ കയറ്റി ഭാര്യയും വൈശാഖനും കൂടെയാണ് യുവതിയെ ആശുപത്രിയിലേക്ക് എന്ന രീതിയിൽ, അതായത് മരിച്ചില്ല എന്ന രീതിയിൽ വ്യാജേന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് പ്രാഥമികമായ ചില സൂചനകൾ ലഭിക്കുന്നു. ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ആദ്യം തന്നെ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് സീൽ ചെയ്യുകയുമാണ് ചെയ്തത്. ഒപ്പം ഈ നാട്ടുകാരിൽ ചിലർക്കും അവിടെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകളൊക്കെ മണക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പോലീസ് വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഈ വൈശാഖിൻ്റെ കണക്കൂട്ടലുകൾ മൊത്തം പിഴച്ചത് അവിടെയാണ്. കാരണം ഈ യുവതി മരിച്ചു എന്ന് പറയുക, ഭാര്യയുമായി കുട്ടി ആശുപത്രിയിലേക്ക് വേഗം കൊണ്ടുപോവുക, പക്ഷേ അവിടെ ആശുപത്രിയിൽ എത്തിയ ശേഷം തന്ത്രപരമായി ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് മടങ്ങിയെത്താം, CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് നശിപ്പിക്കാം, മറ്റ് തെളിവുകളൊക്കെ നശിപ്പിക്കാം എന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നു. പക്ഷേ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പോലീസിന് വിവരം ലഭിക്കുകയും നാട്ടുകാരിൽ നിന്നടക്കം ഇക്കാര്യത്തിലെ ദുരൂഹതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തതോടുകൂടി പെട്ടെന്ന് തന്നെ ഈ വൈശാഖൻ കസ്റ്റഡിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു ദുരൂഹതകൾ വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ ഇതിലേറ്റവും നിർണായകമായി മാറുന്നത്. ഇരുവരും തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങൾ, അവിടെ നടക്കുന്ന ചില വാക്കുതർക്കങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിനുള്ളിലെ CCTV ദൃശ്യത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യം ആ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിന് എതിർവശത്തുള്ള ഒരു സ്ഥലത്തെ CCTV ദൃശ്യമാണ്. അതിൽ കാണാം ഒരു കാറ് ഈ വർക്ക്ഷോപ്പിന് മുന്നിൽ നിർത്തിയിടുന്നു. ഭാര്യയും വൈശാഖനും ഒക്കെ ചേർന്ന് ആ യുവതി അതിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആ രംഗങ്ങൾ വരെ കാണാം. എന്തായാലും പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഈ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അറിയില്ല. അവർ ഈ ഭർത്താവ് വിളിച്ചത് അനുസരിച്ചാണ് അവിടെ എത്തുകയും യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത് എന്ന വിവരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വൈശാഖൻ തനിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് ഉള്ളത്. ഇന്നലെ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിൽ അപേക്ഷ പരിഗണിക്കുകയും 5 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിടുകയും
നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ മാളിക്കടവിൽ ഈ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലും യുവതിയുമായി എത്തിയ സമയം മുതൽ തിരിച്ചു പോകുന്നതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ വൈശാഖൻ പോലീസിനോട് വിശദീകരിച്ചു. തനിക്ക് കൊലപാതകത്തിൽ ഒരു കുറ്റബോധവുമില്ല എന്ന് വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു. താൻ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, പക്ഷേ അതിൽ തനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്ന് അയാൾ വ്യക്തമാവുകയും ചെയ്തു. ഒപ്പം ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലാണ് പ്രധാന കാര്യങ്ങൾ നടന്നതെങ്കിൽ ഈ ഉറക്കുഗുളിക നൽകിയായിരുന്നു ഇങ്ങനൊരു പ്രേരണയിലേക്ക് യുവതി എത്തിച്ചത്. ആ ഉറക്കുഗുളിക വാങ്ങിയ മെഡിക്കൽ ഷോപ്പിലും യുവതിയുമായി ഈ പ്രതിയുമായി പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇയാൾ ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത്. 16 വയസ്സ് മുതൽ ഈ യുവതിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അന്നു മുതൽ തെളിവെടുപ്പിനിടെ പ്രതി പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പുറത്തു വന്ന വിവരമനുസരിച്ച് ഈ യുവതിയെ ഇല്ലാതാക്കുക, അതായത് തങ്ങൾ തമ്മിലുള്ള ആ രഹസ്യ ബന്ധം കുടുംബം അറിയുമോ, ഭാര്യ അറിയുമോ, ഇതിൻ്റെ പേരിൽ നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണോ പ്രതി പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല, ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ യുവതിയെ പ്രതി വൈശാഖൻ അപായപ്പെടുത്താനുള്ള നീക്കം നടത്തിയിരുന്നോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും തമ്മിലുള്ള ഒരു അടുപ്പം അത്ര കൃത്യമായി പോവുകയായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 16 വയസ്സ് മുതൽ ഈ അതായത് ഒരു പക്വത എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ ഒരു വലയത്തിൽ വീണുപോയ ഒരു സാഹചര്യമാണ് ആ കുട്ടിക്കുണ്ടായിരുന്നത്. അതിനുശേഷം വളരുന്നു, പക്വത വരുന്നു, അല്ലെങ്കിൽ പ്രായം ഒക്കെ ആവുമ്പോഴേക്കും ഇയാളുടെ ഒരു തനിനിറം ഈ യുവതിക്ക് മനസ്സിലാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. വിവാഹിതനാണ് എങ്കിൽ പോലും മറ്റ് ഒരുപാട് സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ഈ യുവതി മനസ്സിലാക്കുകയാണ്. ഇതേ തുടർന്ന് ഇക്കാര്യം ആ ഭാര്യയോട് അറിയിക്കും. ഒപ്പം താനുമായുള്ള ബന്ധം മറ്റ് ആളുകളോടും പറയും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ യുവതി പറയുന്നു. അതോടുകൂടി ഒരു ജാഗ്രതയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് ഇതിനു മുമ്പും യുവതി ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ഈ വൈശാഖൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനുശേഷം കുറച്ച് നാളുകളായി ഇരുവരും തമ്മിൽ അകന്നു നിൽക്കുകയായിരുന്നു. കാരണം ഇത്തരം ഇയാളുടെ മോശം ജീവിത സാഹചര്യം അല്ലെങ്കിൽ വഴിവിട്ട ജീവിതങ്ങളെക്കുറിച്ച് യുവതിക്ക് കൃത്യമായൊരു ധാരണ ലഭിച്ചതോടെ ഇരുവരും തമ്മിൽ അകന്നു നിൽക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന രീതിയിൽ വീണ്ടും ഒരു വ്യാജ സ്നേഹപ്രകടനങ്ങളുമായി വൈശാഖൻ രംഗത്ത് വരുന്നു. ഈ യുവതിയുമായി കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് വീണ്ടും ഒരു അടുപ്പം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് വളരെ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, ഒരു വൈകാരിക പ്രകടനത്തിലൂടെയാണ് ഇയാൾ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് യുവതിയെ എത്തിക്കുന്നത്. അതായത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ സമൂഹം അനുവദിക്കില്ല, അല്ലെങ്കിൽ കുടുംബം അനുവദിക്കില്ല, നമുക്ക് അതിനുള്ള വിധി നിയോഗമില്ല, അപ്പോൾ നമുക്ക് ഒരുമിച്ച് മരിക്കാനൊരു തീരുമാനമെടുക്കാം, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു ഈ പെൺകുട്ടിയെ ഒരു വൈകാരിക സമ്മർദ്ദത്തിന് അടിപ്പെടുത്തുന്നു. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ആ കുട്ടിക്കൊരു മനസ്സുമാറ്റം ഉണ്ടാകുന്നു. കാരണം ജീവിതം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് വൈശാഖൻ കൈവശമിരുന്ന ഉറക്കുഗുളികൾ യുവതിക്ക് നൽകുകയും ജ്യൂസിൽ കലർത്തി നൽകുന്നു. ഈ കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു അർദ്ധബോധാവസ്ഥയിലേക്ക് യുവതി മെല്ലെ വഴുതി വീഴുകയാണ്. ആ സമയത്ത് വീണ്ടും തൻ്റെ ആസൂത്രണം അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച കാര്യം നടത്തുന്നതിനുള്ള ഒരു നിലപാടുമായി വൈശാഖൻ വീണ്ടും രംഗത്ത് വരുന്നു. ആ ഒരു അർദ്ധബോധാവസ്ഥയിൽ യുവതി ഇയാളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് രണ്ടുപേരും കഴുത്തിൽ കയർ കുരുക്കി അടുത്തടുത്ത സ്റ്റൂളുകളിലായി കയറി നിന്ന് മരിക്കാനായി ഒരുങ്ങുകയും അതിൽ നിന്നും നാടകീയമായി ഇയാൾ താഴേക്കിറങ്ങുകയും അടുത്തുള്ള ആളുടെ സ്റ്റൂളിൽ വലിച്ച് താഴെയിടുകയും ആ യുവതി ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഈ കഴുത്തിൽ ഈ കയർ മുറുക്കി നിൽക്കുമ്പോഴും ഇയാളുടെ ഭാഗത്തു നിന്നും ഈ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം കെട്ടഴിച്ച് താഴെ ഇട്ട ശേഷവും ഇയാൾ യുവതിയെ വളരെ മോശമായി അവരോട് പെരുമാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മൃതദേഹത്തോട് പോലും ഒരു മാന്യത കാണിക്കാത്ത ഒരു രീതിയിലായി ഇയാളുടെ പ്രവർത്തനങ്ങൾ. ഇതിനുശേഷമാണ് ഇയാൾ പിന്നീട് നാടകങ്ങളിലേക്ക് കടക്കുന്നത്. അതായത് ഭാര്യയെ വിവരം അറിയിക്കുന്നു, അവരെ എത്തിച്ച് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം നശിപ്പിക്കാനുള്ള ശ്രമം നടത്താനും ഒക്കെ ഒരുങ്ങുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഇയാൾ കൃത്യമായി തന്നെ പൂർണ്ണ തെളിവുകളോടെ ഒരു തരത്തിലുമുള്ള പഴുതുകൾ അവശേഷിപ്പിക്കാത്ത വിധം ഭദ്രമായി തന്നെ പോലീസിന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. CCTV ദൃശ്യങ്ങൾക്കൊപ്പം പോസ്റ്റ്മോർട്ടം
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഏറെ നിർണായകമായി മാറുന്നു. കേവലം ഒരു തൂങ്ങിമരണമല്ല, ഒരു പുറത്തുനിന്ന് ഒരാളുടെ ഇടപെടൽ ഈ മരണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് വ്യക്തമായി തെളിയിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് പോസ്റ്റ്മോർട്ടത്തിൽ ലഭിച്ചത്. എന്തായാലും ആ കാര്യങ്ങൾ കൂടി ചേരുകയും ഒപ്പം പഴുതുകൾ അടച്ച് പോലീസ് ഒരു അന്വേഷണം കൂടി നടത്തുകയും ചെയ്തതോടുകൂടി കൃത്യമായി തന്നെ ഇയാളെ വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂരിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലാണ്. അതായത് ഒരു സാധാരണ ഒരു ആത്മഹത്യ എന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ ഈ പോലീസ് ഈ കേസിനെ കണ്ടിരുന്നുവെങ്കിൽ പിന്നീട് നിർണായകമായ ചില തെളിവുകൾ പുറത്തു വരുന്നു, ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. ഈ കൊലപാതകത്തിന് ശേഷം പ്രതിയും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ, അതോടൊപ്പം യുവതിയും ഈ പ്രതി വൈശാഖനും ഈ സ്ഥലത്തേക്ക്, ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഈ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. നിലവിൽ പ്രതി വൈശാഖൻ 5 ദിവസത്തെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ്.